പ്രോട്ടോടൈപ്പ് ഓഫ് ഫങ്ഷൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കോൾ ചെയ്തതെന്നും പറഞ്ഞു. അപ്പോൾ പ്രോഡക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഫങ്ഷൻസ് നമുക്ക് ഏത് ഓർഡറിലും എഴുതാം അല്ലെ. മെയിൻ ഫംഗ്ഷന്റെ മുകളിലും എഴുതാം, മെയിൻ ഫംഗ്ഷന്റെ താഴെയും എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം എഴുതിയ ഫംഗ്ഷൻ ഉണ്ടല്ലോ, സം എന്നുള്ള ഫംഗ്ഷൻ, അത് നമ്മൾ എഴുതിയത് മെയിൻ ഫംഗ്ഷനായിട്ട് മുകളിലും താഴെ സം എഴുതി. എന്നാൽ പ്രോഡക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എഴുതിയത് ആദ്യം ഫംഗ്ഷൻ നമ്മൾ എഴുതി, അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, താഴെയാണ് മെയിൻ ഫംഗ്ഷൻ എഴുതി. രണ്ട് രീതി നമുക്ക് അവലംബിക്കാന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ രീതിയാണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ്, അതിൽ യാതൊരു വിധത്തിലുള്ള മറ്റ് കാര്യങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. എന്നാൽ ഒന്നാമത്തെ രീതി നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് സ്പെസിഫൈ ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? വാട്ട് ഈസ് മീൻ ബൈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 67ാമത്തെ പേജിലാണ് പ്രോട്ടോടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്നുള്ള പാർട്ട് വരുന്നത്. അതിൽ എന്താണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഏത് ഫംഗ്ഷനും നമുക്ക് ഏത് ഓർഡറിൽ എഴുതാം. മെയിൻ ഫംഗ്ഷന്റെ മുകളിൽ എഴുതാം, മെയിൻ ഫംഗ്ഷന്റെ താഴെ എഴുതാം. എന്നാൽ മെയിൻ ഫംഗ്ഷന്റെ ആദ്യം എഴുതുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം സ്പെസിഫൈ ചെയ്യണം, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ചെയ്തിരിക്കണം എന്നാ പറയാം. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഏത് ഫംഗ്ഷൻ? അപ്പൊ ഞാൻ സം എന്നുള്ള ഫംഗ്ഷൻ എഴുതിയത് നിങ്ങൾ ഓർക്കുക. അപ്പൊ അതില് നമ്മൾ ഇങ്ങനെ എഴുതി അല്ലെ, ഹാഷ് ഇൻക്ലൂഡ് IOStream അല്ലെ, IOStream യൂസിങ് നെയിം സ്പേസ് std. എന്നിട്ട് നേരെ ഞാൻ മെയിൻ എഴുതിയത് അല്ലെ, മെയിൻ്റെ മെയിൻ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇൻഡ് a,b ഓർക്കുന്നുണ്ടാവും അല്ലെ. ഞാൻ തൽക്കാലം നേരത്തെ പോലെ തന്നെ ആ പ്രോഡക്റ്റ് ഫംഗ്ഷൻ എഴുതിയ പോലെ റിട്ടേണിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. സം എന്നുള്ള പ്രോഗ്രാം ഒന്ന് ചെറിയ മോഡിഫിക്കേഷൻ നടത്താൻ, അതായത് റിട്ടേണിംഗ് നടത്താനുള്ള ഒരു ലക്ഷ്യത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, സി ഔട്ട് എന്റർ two numbers C in A and B അല്ലേ. ഇനി ഞാൻ സം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കാം. സം എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ എഴുതുന്നു, താഴെയാണ് ഇൻഡ് സം, അതിൽ ഇൻഡ് എക്സ് കോമ ഇൻഡ് വൈ. ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരു വേരിയബിൾ ഇൻഡ് എസ് എന്നുള്ള വേരിയബിൾ എസ് ഇസ് ഈക്വൽ ടു x plus y, then I am returning this value to main function. So specify return s, then close that function. ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫംഗ്ഷൻ കോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ് എടുക്കുന്നു. ans എന്നൊരു വേരിയബിൾ ഉണ്ട്, ansലേക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്തതിനു ശേഷം സം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത് അതിന്റെ വാല്യൂസ് എയും ബിയും പാസ് ചെയ്ത് കിട്ടുന്ന ഉത്തരം ansലേക്ക് വരുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, ഉത്തരം പ്രിന്റ് ചെയ്യാണ്. സം ഈസ് ഏതാണ്, ansലുണ്ടാവും അല്ലെ, ans പ്രിന്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ആദ്യം എഴുതിയ സം എന്നുള്ള പ്രോഗ്രാമിന് പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പ്രോഡക്റ്റ് എന്നുള്ള ഫംഗ്ഷനിൽ റിട്ടേണിംഗ് നടത്തിയത് ആ രീതിയിലാണ് എഴുതിയത്. കാരണം ഫംഗ്ഷന്റെ ഉള്ളിൽ എന്താണ്, ജസ്റ്റ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് ആ ഉത്തരം നമ്മൾ കോൾ ചെയ്ത ഫംഗ്ഷനിലേക്ക് തന്നെ പാസ് ചെയ്യാം. ഈ ഫംഗ്ഷനിൽ നിന്ന് ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാനല്ല, സമ്മ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ എയും ബിയും കണ്ട് കിട്ടി, അത് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് ആ ഉത്തരം ഇങ്ങോട്ടേക്ക്, അപ്പം ഇൻപുട്ടിങ് ഔട്ട്പുട്ടിങ് ഇതിന്റെ ഉള്ളില് പ്രോസസ്സ് മാത്രം ഒരു ഫംഗ്ഷനിൽ എഴുതുക. ഇനി മറ്റൊരു കാര്യം നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് പ്രോട്ടോടൈപ്പിംഗ് ആണ് അല്ലെ. പ്രോട്ടോടൈപ്പിംഗ് ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ ആദ്യം എഴുതിയ പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞത് ഈ റിട്ടേണിങ്ങുകളാണ്. പക്ഷെ പ്രോഡക്റ്റ് എന്നുള്ള ഫംഗ്ഷനിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, താഴെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെയിൻ ഫംഗ്ഷൻ ചെയ്തിട്ട് ഇവിടെ മുകളിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഏതൊരു ഫംഗ്ഷനുള്ള പ്രോഗ്രാമിലും ആദ്യം വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം മെയിൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെയും ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ തുടങ്ങി വന്നു കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ തന്നെ വർക്ക് ചെയ്യാം.
എന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. ഇൻപുട്ട് എൻ്റർ 2 നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എയും ബിയും കൊടുത്തു, 5 2 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ കാണാൻ ഇതാണ് സം. അപ്പൊ ഈ C++ന്റെ കമ്പൈലർ എന്താ വെച്ചാൽ ഈ സം, ഇപ്പൊ ഏതൊരു വേരിയബിൾ കണ്ടു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്. ഈ വേരിയബിൾ കണ്ടു കഴിഞ്ഞാൽ എയും ബിയും നോക്കും, ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇനി ANS ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് നോക്കും. സം എന്താന്ന് ഈ കമ്പൈലറിന് അറിയില്ല. അപ്പൊ കമ്പൈലർ ഒരു സംശയത്തിന് നിലയിലാവും, എന്താണ് എന്ത് സാധനം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സമ്മ് ഡിക്ലെയർ ചെയ്തിരിക്കണം. എന്ത് വെച്ചിട്ട് എന്താണെന്ന് C++ കമ്പൈലർ ആദ്യം പറഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ തന്നെ പറയാം. അതായത് ഫംഗ്ഷന്റെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സാധാരണ വേരിയബിൾസ് ഇപ്പൊ ഇത് ഡിക്ലെയർ ഇൻഡി എ എന്നുള്ള സെമിക്കോഡ്, അതേപോലെ ഈ ഫംഗ്ഷൻ എന്താണ് ഇത് ഡെഫിനിഷൻ ആണ്. ഒരു പ്രോട്ടോടൈപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഡ്, ഇതാണ് ഫംഗ്ഷൻ സമ്മ് ഇൻഡ് എക്സ് വേണം കൊടുക്കാം, നിർബന്ധമില്ല, എസ് ഇൻഡ് വൈ എന്നിവിടെ സെമിക്കോഡ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ ശരിക്കും മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതിയിരിക്കുകയാണ്. മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതുമ്പോൾ കമ്പൈലർ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പൈലർ വരുമ്പോൾ സമ്മെന്നൊരു ഫംഗ്ഷൻ കിട്ടോ, 2 ആർഗ്യുമെന്റ് ഉള്ള ഫംഗ്ഷൻ ഉണ്ടെന്ന് കമ്പൈലർ മനസ്സിലാക്കുക. എന്നിട്ടാണ് ഇങ്ങോട്ട് പോവുക. എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നേരത്തെ കണ്ടതാണ്, നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കോൾ ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കമ്പൈലറിന് ഒരു അവയർനെസ് ഉണ്ടാവും, കമ്പൈലറിന് ധാരണ ഉണ്ടാവാം ഈ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് ആദ്യം കമ്പൈലറിന് ധാരണ ഉണ്ട്. അപ്പൊ ഇത് പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ പ്രോഡക്റ്റ് എഴുതിയല്ലോ, പ്രോഡക്റ്റിൽ ആദ്യം എഴുതിയിട്ടില്ല എന്താണ് ഫംഗ്ഷനാണ്. അപ്പൊ ഫംഗ്ഷൻ ആദ്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കമ്പൈലർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് there exists a function named product. ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പൈലർ മനസ്സിലാക്കിയിട്ടുണ്ട് there exists a function named sum by using prototype. അപ്പൊ ഇതിനെ പറയുന്നത്, അപ്പൊ ഇവിടെ ഏത് ഫംഗ്ഷനാണ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ്. എന്താണ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന അല്ല ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ടോപ്പിൽ ഡിക്ലെയർ ചെയ്യുന്ന, അതായത് ഈ ആഷിനോടും യൂസിങ് നെയിംസ്പേസും കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ആ രീതിയെ പറയുന്നതാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ആവശ്യമായി വരുന്നത് എപ്പോഴേ ഉള്ളൂ, മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതുമ്പോഴും. മെയിൻ ഫംഗ്ഷൻ അവസാനം എഴുതുമ്പോൾ പ്രോട്ടോടൈപ്പിങ്ങിന്റെ ആവശ്യകതയില്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കൂ, 2-3 കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ദിസ് ഈസ് കോൾഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ദിസ് ഈസ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അത് കമ്പൈലറിന് മനസ്സിലാക്കണം. 2 ആർഗ്യുമെന്റ് ഉണ്ടോ, 2 ഇന്റിജർ ആർഗ്യുമെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടെ എക്സ് നിർബന്ധമൊന്നുമില്ല, എക്സും വൈയും. കമ്പൈലർ ജസ്റ്റ് ധാരണ 2 ഇന്റിജർ ഉള്ള ഏതെന്നുള്ളതൊന്നും അറിയേണ്ട ആവശ്യമില്ല. 2 ഇന്റിജർ ഡിഫറൻഷ്യൽ വേണം. 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്, 2 ഇന്റിജർ ആർഗ്യുമെന്റ്സ് ഉണ്ട്. അതിന്റെ പേര് സം എന്നാണ്. അത് റിട്ടേൺ ചെയ്യുന്ന ടൈപ്പ് ഫംഗ്ഷൻ ഇന്റിജർ ആണ് എന്നുള്ളത് ഫംഗ്ഷന് ഒരു ധാരണ ഉണ്ടാക്കുക. മറ്റേ രണ്ടാമത്തെ രീതി നേരത്തെ പ്രോഡക്റ്റ് എന്നുള്ള ഫംഗ്ഷൻ എഴുതിയ അതിലിപ്പോ അവസാനം മെയിൻ ഫംഗ്ഷൻ എഴുതുന്ന രീതിയിലാണെങ്കിൽ ഓൾറെഡി കമ്പൈലർ അതിങ്ങനെ സ്കാൻ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു ഇങ്ങനെ സാധനം ഉണ്ടെന്ന്. ഇവിടെ അതില്ല, ഇവിടെ നേരെ സം കോഡിങ് ആദ്യം കാണുന്നത്. അപ്പൊ ഇത് എന്താ സാധനം എന്ന് കമ്പൈലറിന് എന്തെയില്ല ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. വർക്കിംഗ് എപ്പോഴും മെയിൻ ആണ്, അത് സംബന്ധിച്ചു. വർക്കിംഗ് എപ്പോഴും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ഫ്രം മെയിൻ ആണ്. പക്ഷെ കമ്പൈലേഷൻ നടക്കുന്ന എപ്പോഴും തുടക്കത്തിൽ പോകുന്നത് അയക്കാം. അപ്പൊ അതിൽ കമ്പൈലേഷൻ എറർ വരാൻ സാധ്യതകളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ എപ്പോഴും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നടത്തും. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൽ ഇതിന്റെ പേരെന്താണ്, റിട്ടേൺ ടൈപ്പ് എന്താണ്, ഏതൊക്കെ ആർഗ്യുമെന്റ്സ് ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്ന സെമിക്കോളൻ. അതിന്റെ ഫംഗ്ഷൻസിന്റെ സെമിക്കോളൻ ഡിക്ലറേഷൻ ആണ്. ഇതേ സാധനമാണ് ഡിക്ലെയർ. ഇതിനെന്താ ബ്രാക്കറ്റ് ഡിഫൈൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് പ്രോട്ടോടൈപ്പിംഗ് ഒഴിവാക്കാൻ സാധാരണ അവലംബിക്കുന്ന രീതി ഞാൻ പറയുന്നത് എന്ത്, അവസാനം ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ എടുക്കുക, ആദ്യം ഫംഗ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തെടുക്കുക. അപ്പൊ പിന്നെ പ്രോട്ടോടൈപ്പിംഗ് വേണ്ട. അല്ല ഈ രീതിയാണ് അവലംബിക്കണമെങ്കിലോ ഇത് പ്രോട്ടോടൈപ്പ് വേണം. ഇനി വേറെ ഫംഗ്ഷൻ ആണെങ്കിലോ അതും കൂടെ പറയണം. എത്ര ഫംഗ്ഷൻ താഴെ ഉണ്ടോ അതൊക്കെ മുകളിൽ പറയണം. ഏത് രീതിയിലാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതുക. മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. മനസ്സിലായി? അതാണ് എന്ത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെ
68ാമത്തെ പേജിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണെന്നുള്ള ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് ദ ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ by which compiler is provided with the information about functions such as name of function, return type, number and type of arguments and its accessibility. അതായത് കമ്പൈലറിന് ഏതാണ് ഫംഗ്ഷന്, അതിന്റെ പേരെന്താണ്, അതിൽ എത്ര ആർഗ്യുമെന്റ് ഉണ്ട്, ആർഗ്യുമെന്റ് ടൈപ്പ് എന്താണ്, റിട്ടേൺ ടൈപ്പ് എന്താണ് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ, അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രോട്ടോടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി, എ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന രീതിക്കാണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. അത് എന്തിനു വേണ്ടിയാണ്? ബൈ വിച്ച് കമ്പൈലർ പ്രൊവൈഡഡ് വിത്ത് ഇൻഫോർമേഷൻ. കമ്പൈലർ വിവരം കൊടുക്കുക എന്തിനെ കുറിച്ച്? ഈ ഫംഗ്ഷന്റെ പേരെന്താണ്, ഫംഗ്ഷന്റെ ടൈപ്പ്, റിട്ടേൺ ടൈപ്പ് എന്താണ്, ഫംഗ്ഷനുള്ള ആർഗ്യുമെന്റ്സ് എത്ര ഉണ്ട്, അതിന്റെ റിട്ടേൺ ഓരോ ആർഗ്യുമെന്റ്സിന്റെ ടൈപ്പ് എത്രയാണ് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിവരം കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഏത് സന്ദർഭത്തിലാണ് ഇത് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയിപ്പോ താഴെ ആണ് മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതി താഴെ ഫംഗ്ഷൻസ് എഴുതിയിട്ട് മുകളിൽ പ്രോട്ടോടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? ഫംഗ്ഷൻ അവസാനം എഴുതുമ്പോൾ, മെയിൻ ഫംഗ്ഷൻ ആദ്യം എഴുതുമ്പോൾ പ്രോട്ടോടൈപ്പിന് ആവശ്യമുള്ളൂ എന്നുള്ളത്. ദാറ്റ് ഈസ് പ്രോട്ടോടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആർഗ്യുമെന്റ്സ് ഓഫ് ഫംഗ്ഷൻ. ആർഗ്യുമെന്റ്സ് ഓഫ് ഫംഗ്ഷൻ എന്താണ് ഈ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഞാൻ ആർഗ്യുമെന്റ്സ്. ഇവിടെ ആർഗ്യുമെന്റ്സ് പറയുന്നത് എക്സും വൈ ആർഗ്യുമെന്റ്സ് ആണ്, എയും ബിയും അല്ലെ. ഈ എയും ബി ആർഗ്യുമെന്റ്സ് ആണ്, എക്സും വൈ ആർഗ്യുമെന്റ്സ് ആണ്. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമ്മൾ പറഞ്ഞു, ഫംഗ്ഷനിൽ കോൾ ചെയ്യുന്നുണ്ട് അല്ലെ. ദിസ് ഇസ് ദ കോളിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഫംഗ്ഷൻ ഏതാ? ഇപ്പൊ നമുക്ക് സം എന്നുള്ള ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ ആണ് അല്ലെ. മെയിൻ ഫംഗ്ഷൻ തന്നെ മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്തോളന്നില്ല. ഏത് ഫംഗ്ഷൻ ഇപ്പൊ ഇവിടെ മെയിൻ ഫംഗ്ഷനൊക്കെ 2 ഫംഗ്ഷനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മെയിൻ ഫംഗ്ഷൻ എന്താണ്? സമ്മിന് കോൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറയില്ല, 3-4 ഫംഗ്ഷനുള്ള പ്രോഗ്രാമാണ്. സമ്മ് കാണാന്, പ്രോഡക്റ്റ് കാണാന്, ഡിഫറൻസ് കാണാന്, ഡിവിഷൻ കാണാന്, ഇതൊക്കെ ഒരു പ്രോഗ്രാമിൽ വെച്ചോ. 4 കാര്യങ്ങൾ നടത്താൻ ഒരു പ്രോഗ്രാമാണ് വെച്ചോ. അപ്പൊ 5 ഫംഗ്ഷൻ ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? 4 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 കാര്യങ്ങൾക്കില്ല. പ്ലസ് മൈനസ്, അതായത് അഡീഷൻ, സമ്മ് കാണാന്, പ്രോഡക്റ്റ് കാണാന്, ഡിഫറൻസ് കാണാന്, ഡിവിഷൻ കാണാനുള്ള 4 ഫംഗ്ഷൻസ് പ്ലസ് മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ എല്ലാ കോളിങ്ങും ഈ മെയിൻ ഫംഗ്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, മെയിൻ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടി വരും. എന്നിട്ട് ആ ഫംഗ്ഷന് വേറെ ഫംഗ്ഷൻ കോൾ ചെയ്യാം, ആ കോൾ ചെയ്ത ഫംഗ്ഷനെ വേറെ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഏത് ഫംഗ്ഷനും ഏത് ഫംഗ്ഷനെയും കോൾ ചെയ്യാം. ഏത് ഫംഗ്ഷനെയും കോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് 2 ഫംഗ്ഷനേ ഉള്ളൂ, മെയിൻ ഫംഗ്ഷൻ അടക്കം 2 ഫംഗ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മെയിൻ കോൾ ചെയ്യുന്നത്. അപ്പോ ഏത് ഫംഗ്ഷൻ കോൾ ചെയ്യാന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എപ്പോഴും മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കും അല്ലെ. അപ്പൊ ഈ മെയിൻ ഫംഗ്ഷൻ ആണ് ഇതിന് കോൾ ചെയ്യുന്നത്. അപ്പൊ ഈ മെയിൻ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ പറയാം ദിസ് ഇസ് ദ കോളിംഗ് ഫംഗ്ഷൻ എന്നാ പറയാം. ഏത് ഫംഗ്ഷനിൽ നിന്നാണ് കോൾ ചെയ്തത് അതിനെ പറയാം കോളിംഗ് ഫംഗ്ഷൻ എന്നാ പറയാം. കോളിംഗ് ഫംഗ്ഷൻ. പിന്നെ ഇതാണ് കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ, വിളിച്ച ഫംഗ്ഷൻ, കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയും. ആ 2 പദം നമുക്ക് മനസ്സിലാക്കാം. കോളിംഗ് ഫംഗ്ഷനും കോൾഡ് ഫംഗ്ഷൻ. കോളിംഗ് ഫംഗ്ഷനും കോൾഡ് ഫംഗ്ഷൻ, ഇതിനെ പറയാം കോൾഡ് ഫംഗ്ഷൻ. ഇനി ഇത് വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ അന്നേരം എന്തായിരിക്കും? കോളിംഗ് ഫംഗ്ഷൻ ആയിരിക്കും. ഏതിനെയാണ് വിളിച്ചത്, ഏതിനാണ് കോൾ ചെയ്തത്, അത് കോൾഡ് ഫംഗ്ഷൻ ആയിരിക്കും. ആ ഒരു മനസ്സിലാക്കും. കോൾഡ് ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് കോളിംഗ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ മെയിൻ ഫംഗ്ഷനെ ഇപ്പൊ പറയാം നമുക്ക് കോളിംഗ് ഫംഗ്ഷൻ. ഏതിനെ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ? സമ്മിനെ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ. സമ്മ് കോൾഡ് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സിലേക്ക് വരാം. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ആർഗ്യുമെന്റ്സിന്റെ വേറൊരു പദമാണ് ഇത് പാരാമീറ്റേഴ്സ്. ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതുന്ന വേരിയബിൾസിനെ പറയുന്ന പേരാണ്. ഫംഗ്ഷന്റെ ഇതൊക്കെ ഇതാണ് എക്സ് വൈ, ഇവിടുത്തെ എ ബി, ഫംഗ്ഷന്റെ ഉള്ളിൽ പറയുന്ന വേരിയബിൾസിന്റെ ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ആർഗ്യുമെന്റ്സ് എന്ന് പറയാം, അല്ല പാരാമീറ്റേഴ്സ് എന്ന് പറയാം. മേക്ക് കോഫി എന്നുള്ളതിൽ മിൽക്കും ഷുഗറും വാട്ടറും കോഫി പൗഡറും ആർഗ്യുമെന്റ്സ് ആണ്. ഇവിടെ ഇതെന്തല്ല, എസ് എന്തല്ല, ആർഗ്യുമെന്റ്സ് അല്ല. എ ബി എന്തല്ല, എ ബി എൻ എസ് എന്തല്ല, ആർഗ്യുമെന്റ്സ് പറയില്ല.
ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഉള്ള വേരിയബിൾസ് ആണ്. ആക്ച്വലി ഇവിടെ വേരിയബിൾസ് എക്സ് വൈ ആണ്, ഇവിടുത്തെ വാല്യൂസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഇത് വാല്യൂസ് ആയി മാറി കേട്ടോ. ഇവിടെ ഈ എ ബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് ചെയ്ത് ഞാനൊരു 5, 2 വാല്യൂസ് ആണ് അവിടെ വരുന്നത്. മനസ്സിലായി? അപ്പൊ നോക്കുക ഇവിടെ എന്താണ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു, ദ വേരിയബിൾസ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ. അപ്പൊ ആക്ച്വലി ശരിക്കും ഇതാണ് കാര്യം അല്ലെ. ഇവിടുത്തെ കേസിൽ എക്സും വൈ ആണ് ആർഗ്യുമെന്റ്സ്. പക്ഷെ ഈ ആർഗ്യുമെന്റ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്, അതിനെ വേറൊന്ന് ഫോർമൽ ആർഗ്യുമെന്റ്സ്. അതായത് ഇതാണ് ശരിക്കും ആക്ച്വൽ ആർഗ്യുമെന്റ്സ്, ഇതാണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്. അപ്പൊ എന്ത് നമുക്ക് പറയാം? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷനിൽ നിന്നാണോ, അത് കോളിംഗ് സ്റ്റേറ്റ്മെന്റിലുള്ള, കോളിംഗ് ഫംഗ്ഷനിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് എ ബി. ഇവിടെ എന്താണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്? നമ്മുടെ എക്സാക്ട് ഫംഗ്ഷനുള്ള, കോൾഡ് ഫംഗ്ഷനുള്ള ആർഗ്യുമെന്റ്സിനെ പറയുന്നതാണ് ഏത്? ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ളത് ഇവിടെ എക്സ് വൈ എന്നുള്ളത് ഫോർമൽ ആർഗ്യുമെന്റ്സും എ ബി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. ഏത് ഫംഗ്ഷനിൽ നിന്നാണോ കോൾ ചെയ്യുന്നത് ആ കോൾ ചെയ്യുന്ന ഫംഗ്ഷനിൽ, അത് കോൾ ചെയ്യുന്ന ഫംഗ്ഷനിലെ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിട്ടുള്ള ഏത് വേരിയബിൾസിനെ എന്ത് പറയും? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് പറയും. എന്നാൽ ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലുള്ള ഫംഗ്ഷൻ ഡെഫിനേഷന്റെ ഉള്ളിൽ പറയുന്നു. പിന്നെ ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് വേരിയബിൾസും ആകാം വാല്യൂസും ആകാം. എന്നാൽ ഫോർമൽ ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി വേരിയബിൾ നെയിം, എക്സ് വൈ എ ബി അങ്ങനെയുള്ള ആ വേരിയബിൾസ് ആണ്. ഞാൻ ഇവിടെ പറഞ്ഞു 5 to പാസ്. അപ്പൊ നേരിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഇതൊന്നും ഇൻപുട്ട് ചെയ്യാതെ, ഇപ്പൊ ഈ ഇൻപുട്ടിംഗ് ഒന്നും ഇല്ലാതെ ഇപ്പൊ എനിക്ക് ഇതൊന്നൊക്കെ മാറ്റിട്ട് ഞാൻ നേരെ ഈ ഫംഗ്ഷനിൽ കോൾ ചെയ്യാം. അപ്പോ ഇത് ANS മാത്രം കൊടുത്തിട്ട് എങ്ങനെ കൊടുക്കാം? ANS ഈസ് ഈക്വൽ ടു സം ഓഫ് 35,50. എന്നിട്ട് സി ഔട്ട് സം ഈസ് ANS കൊടുത്താൽ എന്തുണ്ടാവും അറിയോ? ഇവിടെ 35 50 പാസ് ചെയ്യാം. അപ്പൊ അവിടെ എക്സിൽ 35 വരും, വൈയില് 50 വരും. ഇത് രണ്ടും കൂട്ടും, എന്നിട്ട് 35 50 കൂട്ടിയിട്ടുള്ള 85 എന്നുള്ള ഉത്തരം റിട്ടേൺ ചെയ്യും. എന്നിട്ട് പ്രിന്റ് ചെയ്യും. 85 പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ ശരിക്കും എന്താ? ഈ 35 50 എന്താ ശരിക്കും? ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആണ്. ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. അപ്പൊ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് മേ ബി വേരിയബിൾ നെയിം ഓർ വാല്യൂസ്. ഫോർമൽ ആർഗ്യുമെന്റ്സ് മസ്റ്റ് ബി എ വേരിയബിൾ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു എക്സ് വൈ അങ്ങനെയുള്ള എന്താ വിലകളാവില്ല, അത് മീൻസ് കോൺസ്റ്റന്റ് ആവില്ല. അതാണ് കോൺസ്റ്റൻസ് ആവില്ല. ഇവിടെ എന്താവും? കോൺസ്റ്റൻസ് ആവാം, ഐഡന്റിഫയർ ആണ്. അപ്പൊ എന്താണ് ഇത്? ഈ പറഞ്ഞ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നതാണ്. ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ആർ മീൻസ് ടു പാസ് വാല്യൂസ് ഫ്രം കോളിംഗ് ഫംഗ്ഷൻ. ഇപ്പൊ 2 തരത്തിലുള്ള 2 ഫംഗ്ഷൻസ് എന്ന് മനസ്സിലാക്കുക. കോളിംഗ് ഫംഗ്ഷൻ ഉണ്ട്, കോൾഡ് ഫംഗ്ഷൻ ഉണ്ട്. കോളിംഗ് ഫംഗ്ഷൻ ഉണ്ട്, കോൾഡ് ഫംഗ്ഷൻ ഉണ്ട്. കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കേസിൽ മെയിൻ ഫംഗ്ഷൻ ആണ്. കോൾഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലിയർ അല്ലേ? കോൾഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കോൾഡ് ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷനെയാണോ കോൾ ചെയ്യുന്നത് അതാണ് കോൾഡ് ഫംഗ്ഷൻ. ആ ടേം ക്ലിയർ ആക്കുക. കോൾഡ് ഫംഗ്ഷൻ. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ 2 ഫംഗ്ഷൻസ് ഉണ്ട്. കോൾഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണ്? അതന്നെ കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? കോളിംഗ് ഫംഗ്ഷൻ. ഇപ്പൊ ഞാൻ പറയുന്നു ഇതാണ് കോളിംഗ് ഫംഗ്ഷൻ, ഇതാണ് കോൾഡ് ഫംഗ്ഷൻ. അത് ഇവിടെ ഈ പ്രോഗ്രാമിൽ മെയിൻ ഫംഗ്ഷൻ കോളിംഗ് ഫംഗ്ഷനും സം എന്നുള്ള ഫംഗ്ഷൻ കോൾഡ് ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയോ? എന്താണ് കോളിംഗ് ഫംഗ്ഷൻ? ഏതെന്നാണോ വിളിക്കുന്നത്, ആരാണോ വിളിക്കുന്നത് അയാളാണ്. അപ്പൊ ഞാൻ ഒരാളെ വിളിക്കാന്ന് വെച്ചു.
ഇപ്പൊ ഞാൻ ഒരാളെ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളെ വിളിക്കാം, ഇപ്പൊ അഭിനവ്. അപ്പൊ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന ആള്, ഞാനാണ് ശരിക്കും കോളിംഗ്. അഭിനവ് എന്താണ്, ആരാണ് ശരിക്കും പറഞ്ഞാൽ കോൾഡ് ആണ്, വിളിക്കപ്പെട്ട ആള്. അപ്പൊ ഇത് വിളിക്കപ്പെട്ട് ആണ് കോൾഡ്. അത് മനസ്സിലാക്കട്ടെ, ആ ടേം മനസ്സിലാക്കണേ. കോൾഡ്, ഇതെന്താ കോളിംഗ്. കോൾഡ് ഫംഗ്ഷൻ ഉണ്ട്, കോളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഫോർമൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ കോൾഡ് ഫംഗ്ഷനിലെ ആർഗ്യുമെന്റ്സ് ആണ്. നോക്കുക സെന്റൻസ്, ഫോർമൽ ആർഗ്യുമെന്റ്സ് ആർ ആർഗ്യുമെന്റ്സ് ഇൻ കോൾഡ് ഫംഗ്ഷൻ, whereas actual arguments are arguments in calling function. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഫോർമൽ ആർഗ്യുമെന്റ്, എന്താണ് ആക്ച്വൽ. കോൾഡ് ഫംഗ്ഷനുള്ള ആർഗ്യുമെന്റ്സിനെ എന്ത് പറയും, ഫോർമൽ ആർഗ്യുമെന്റ്സ് അല്ല ഫോർമൽ പാരാമീറ്റേഴ്സ് പറയും. കോളിംഗ് ഫംഗ്ഷനുള്ള പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെന്റ്സിനെ പറയാ എന്താണ്, ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. അതാണ് ആ ബുക്കിൽ പറയുന്നത്. അത് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് ആർഗ്യുമെന്റ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ്, ഫംഗ്ഷനിലെ ആർഗ്യുമെന്റ്സ്. എത്ര ആർഗ്യുമെന്റ്സും വരാതെ ഫംഗ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫംഗ്ഷൻ മാത്രമായി കൊള്ളണമെന്നില്ല ഒരു പ്രോഗ്രാം. എത്ര ഫംഗ്ഷൻസ് ഉണ്ടാവും. വലിയ വലിയ പ്രോഗ്രാമിലൊക്കെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഫംഗ്ഷൻ അങ്ങോട്ട് പോകുന്നുണ്ടാവും, മറ്റു ഫംഗ്ഷൻ ഇങ്ങോട്ട് പോകുന്നുണ്ടാവും. ഒരു ഫംഗ്ഷൻ കോൾ, അപ്പം ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും കോളിങ്ങും ആവാം കോൾഡും ആവാം. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ കോളിങ് ഫംഗ്ഷനായി മാറി ഇത് കോൾഡായി. പക്ഷെ മെയിനെ ഒരിക്കലും കോൾഡാക്കാൻ പറ്റില്ല, എനിക്ക് റിട്ടേൺ ചെയ്യാം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നത് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഫങ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ്. ആ ഒരു ഭാഗം കൂടി പറയാണ്. ഫംഗ്ഷൻ നെക്സ്റ്റ് ടോപ്പിക്, ഫങ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ്. ഫങ്ഷൻസ് വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ്. നമ്മൾ ആ വാക്ക് നോക്കുക, ആർഗ്യുമെന്റ് കേട്ടോ. ആർഗ്യുമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഫംഗ്ഷന്റെ ഉള്ളിലാണ് പറയുള്ളൂ, വേറെ എവിടെയും പറയാം. വേരിയബിൾസ് തന്നെയാണ്. ഇപ്പൊ എക്സും വൈയും എയും ബിയും ഒക്കെ ആർഗ്യുമെന്റ്സ് ആവുന്ന ഫംഗ്ഷൻ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ആർഗ്യുമെന്റ്സ് പറയുള്ളൂ. അല്ലാതെ സിംഗിൾ ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ രണ്ടാമത്തെ പാഠം വരെ ഒന്നും എന്ത് ചെയ്തില്ല, ആർഗ്യുമെന്റ്സ് ഉള്ള പദം പഠിച്ചില്ല. കാരണം അങ്ങനെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആർഗ്യുമെന്റ്സിന്റെ ഒരു കൺസെപ്റ്റ് വരുള്ളൂ. അപ്പൊ എന്താ ഫംഗ്ഷൻ വിത്ത് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പൊ നോക്കൂ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നോക്കുക, ഇപ്പോ നേരത്തെ എഴുതിയ പ്രോഗ്രാം ഇപ്പൊ ഇവിടെ ഇൻഡ് എ കോമ ബി എൻഎസ് സി ഔട്ട് എൻ്റർ. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തില്ല. ഏത് നമ്പറിന്റെ കൂടെ 10 കൂട്ടിയിട്ട് പോകണം. അപ്പൊ ഒരു നമ്പർ, രണ്ടാമത്തെ നമ്പർ എപ്പോഴും ഫിക്സ്ഡ് ആവും, ഡീഫോൾട്ട് ആയിട്ട് 10 എങ്കിൽ നമുക്ക് അതിനെ ആർഗ്യുമെന്റ്, ഇപ്പൊ ഇവിടെ കോൾ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ ആർഗ്യുമെന്റ്സ് ഡയറക്റ്റ് വാല്യൂസ് കൊടുത്തിട്ട് പറഞ്ഞല്ലോ. ഇപ്പൊ സം ഓഫ് 50 30 ഇങ്ങനെ പാസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. കോളിംഗ് ഫംഗ്ഷനുള്ളിൽ സം 50 30 എന്ന് പറഞ്ഞാൽ 50 ഇതിലേക്ക് വരും, 30 ഇതിലേക്ക് വരും. എനിക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാന്നറിയോ, ഇപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ ഇൻഡ് സം എന്നുള്ള ഫംഗ്ഷൻ ഇൻഡ് എക്സ് കോമ ഇൻഡ് വൈ ഈക്വൽ ടു 10 ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആർഗ്യുമെന്റ് 10 ആണ്. അപ്പൊ ഇവിടെ ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് കോളിംഗ് ഫംഗ്ഷനിൽ രണ്ട് വാല്യൂസ് പാസ് ചെയ്യണമെന്നില്ല, സം ഓഫ് 50 കൊടുത്താണ്. ഇപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ 50 എന്നുള്ള വാല്യൂ എക്സിലേക്ക് വരും, വൈയിലേക്ക് ഏതാ വരിക 10 ഓട്ടോമാറ്റിക് ആവും. 50ഉം 10ഉം കൂടിയുള്ള 60 എന്നുള്ള ഉത്തരം വരും. അപ്പൊ ഇവിടെ ആ ഒരു ആർഗ്യുമെന്റിന്റെ വാല്യൂ ഡീഫോൾട്ട് ആർഗ്യുമെന്റ് ആക്കി കൊടുക്കുക, ആ ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചിലപ്പോൾ 10, ഇപ്പോൾ ചില കേസുകളിൽ കുറേ ഇറ്ററേഷനിൽ ചിലപ്പോൾ എന്ത് ഉണ്ടാവും, അല്ലെങ്കിൽ 10 വെച്ച് കൂട്ടുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് 10 അല്ല കൂട്ടേണ്ടത് 20 ആണ്. നമുക്ക് എന്തായാലും ആ സമയത്ത് മാത്രം എന്ത് ചെയ്യാം, ഇത് പാസ് ചെയ്യാം.
അപ്പോൾ 20 കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 50 എക്സിലേക്കും വരും, 20ലേക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ 10 ആയിരിക്കില്ല. അടുത്ത സ്റ്റെപ്പിൽ 20 വെച്ചിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്ത് ആർഗ്യുമെന്റ്സിൽ ഡിഫോൾട്ടായിട്ട് വാല്യൂസ് സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്യുന്നതാണ് ആർഗ്യുമെന്റിൽ വാല്യൂ ഡിഫോൾട്ട് ആക്കാനാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കോൾ ചെയ്യുമ്പോൾ പിന്നെ എല്ലാ വാല്യൂസ് സെറ്റ് ചെയ്യാം. ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ 10 വെച്ചിട്ട് ആണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ് എപ്പോഴും 10 ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ 10 സെറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ എന്താ ഒരു ആർഗ്യുമെന്റ് സെറ്റ് ചെയ്താണ്. എപ്പോഴാണോ 10 അല്ലാത്ത നമുക്ക് മറ്റൊരു വാല്യൂ വരുന്നത് ആ സമയത്ത് മാത്രം രണ്ടാമത്തെ ആർഗ്യുമെന്റ് കൊടുക്കുക. ആ സമയത്ത് 2 കൊടുക്കുക, ബാക്കി സമയത്ത് 1 കൊടുത്താൽ മതി. മറ്റേത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് ഡിഫോൾട്ട് വരും. അല്ല നമ്മൾ ഇവിടുന്ന് ഒരു വാല്യൂ രണ്ടാമത്തെ ആർഗ്യുമെന്റ് വരുന്നുണ്ടെങ്കിൽ അതാണ് എടുക്കുക. അതാണ് എന്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യുക, വാല്യൂ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുക. അത് എപ്പോഴും എന്ത് ചെയ്യും, ഫോർമൽ ആർഗ്യുമെന്റിൽ ഇനീഷ്യലൈസ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. ഇതാണെന്ത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ് അലോങ് വിത്ത് ഫംഗ്ഷൻ. ഫംഗ്ഷനിൽ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഫംഗ്ഷനിലെ ഈ ഫോർമൽ ആർഗ്യുമെന്റ്സും ആക്ച്വൽ ആർഗ്യുമെന്റ്സിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പ്രോട്ടോടൈപ്പിങ്ങും പറഞ്ഞു. അതിന് മുൻപത്തെ ക്ലാസ്സിൽ എന്താണ് ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്നും യൂസർ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ തുടങ്ങിയ ക്ലാസ് മുതൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് പദങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ആർഗ്യുമെന്റ്സ്, അത് 2 തരം, ഫോർമൽ ആർഗ്യുമെന്റ്സ് ആൻഡ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. മറ്റൊന്നാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ കോളിംഗ് അല്ലെങ്കിൽ കോളിംഗ് എ ഫംഗ്ഷൻ. പിന്നെ മറ്റൊന്നാണ് കോൾഡ് ഫംഗ്ഷൻ, കോളിംഗ് ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. ആർഗ്യുമെന്റ്സ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ കോളിംഗ്, പിന്നെ കോൾഡ് ഫംഗ്ഷൻ, കോളിംഗ് ഫംഗ്ഷൻ. ഇത്രയും പദങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ പാഠത്തിൽ നമ്മൾ ഇങ്ങനെ കോളിംഗ് ഫംഗ്ഷൻ, കോൾഡ് ഫംഗ്ഷൻ എന്നുള്ള പേരുകളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കിനി ഒരു ടോപ്പിക്കും കൂടി ഈ ചാപ്റ്ററിൽ ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടി ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ. മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻ, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന രീതികൾ. കോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഇതുവരെ എടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കുക. കാരണം നെക്സ്റ്റ് ടോപ്പിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പദങ്ങളെ കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടാവും. എന്താണ് ആർഗ്യുമെന്റ്സ്, എന്താണ് ഫോർമൽ ആർഗ്യുമെന്റ്സ്, എന്താണ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്, കോളിംഗ് ഫംഗ്ഷൻ എന്താണ്, കോൾഡ് ഫംഗ്ഷൻ, അത് വ്യക്തമാണ്. കോളിംഗ് ഫംഗ്ഷൻ വിളിക്കുന്ന ഫംഗ്ഷൻ, വിളിച്ച ഫംഗ്ഷൻ, ഇത് കോൾഡ് ഫംഗ്ഷൻ, ഇത് കോളിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ആ കാര്യം ഉണ്ടാവണം. കാരണം അതിനാണ് മനസ്സിലായാലാണ് ഒന്നും കൂടി നമുക്കത് നെക്സ്റ്റ് ടോപ്പിക്ക് ക്ലിയർ ആകുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലെ ഈ ക്ലാസ്സും തൊട്ട് മുമ്പത്തെ ക്ലാസ്സും വ്യക്തമായി മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിന് തയ്യാറാകും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.